എന്തുകൊണ്ടാണ് മെഡിക്കൽ സയൻസിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പലപ്പോഴും തവളയുടെ അനാട്ടമി ഉപയോഗിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കിത് വളരെ ലളിതമായി മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ ശരീരത്തിന്റെ ആന്തരിക ഘടനയിൽ പല കാര്യങ്ങളിലും മനുഷ്യരുമായി ഏറെ സാമ്യമുള്ള ഒരു ജീവിയാണ് തവള. ഇതിന്റെ ശരീരത്തിനുള്ളിലും ഹൃദയം, ശ്വാസകോശം, കരൾ, വയറ്, കുടലുകൾ എന്നിവയെല്ലാമുണ്ട്. കൂടാതെ ഈ അവയവങ്ങളെല്ലാം മനുഷ്യ ശരീരത്തിൽ ഏതുപോലെയാണോ അതേ രീതിയിൽ തന്നെയാണ് ഇതിലും ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടുതന്നെ മെഡിക്കൽ വിദ്യാർത്ഥികൾ തവളയുടെ ഘടന പഠിക്കുമ്പോൾ ഹൃദയത്തിന്റെ പ്രവർത്തനം, രക്തചംക്രമണം, ശ്വസനപ്രക്രിയ, ദഹനവ്യവസ്ഥ എന്നിവയെല്ലാം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ശരീരത്തിലെ വിവിധ അവയവങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അവ പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും പഠിക്കാൻ ഈ അനാട്ടമി അവരെ ഏറെ സഹായിക്കുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ തവളയുടെ വലിപ്പം ചെറുതാണ്. അതിന്റെ ശരീരഘടന വളരെ വ്യക്തമായി കാണാനും സാധിക്കും. ഇത് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് അവയവങ്ങൾ തിരിച്ചറിയാനും അവയുടെ പ്രവർത്തനം കൃത്യമായി മനസ്സിലാക്കാനും കൂടുതൽ എളുപ്പമാക്കുന്നു. ഈ കാരണങ്ങളാലാണ് വർഷങ്ങളായി ലോകമെമ്പാടുമുള്ള മെഡിക്കൽ സയൻസിലും ബയോളജി പഠനത്തിലും ഫ്രോഗ് അനാട്ടമിയെ ഒരു പ്രധാന പഠന മാതൃകയായി കണക്കാക്കുന്നത്. മനുഷ്യ ശരീരത്തിന്റെ അടിസ്ഥാന വ്യവസ്ഥകൾ മനസ്സിലാക്കാൻ ഇത് ഡോക്ടർമാർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ സഹായകരമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര ലളിതമായാണ് പ്രകൃതി ഇതൊരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കിടുക്കാച്ചി മെഡിക്കൽ അറിവുകൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡോക്ടർ അപ്പുകുട്ടനെ ഇപ്പോൾ തന്നെ അങ്ങോട്ട് ഫോളോ ചെയ്തേക്ക്.